ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആരും ഇതുവരെ കാണാത്ത ഒരു മോഷണ കഥയാണ്. അമേരിക്കയിലെ വളരെ ഫേമസ് ആയ മജീഷ്യന്മാരാണ് ഹോഴ്സ്മാൻ എന്നറിയപ്പെടുന്ന 5 മജീഷ്യന്മാർ. എന്നാൽ അവർ കഴിഞ്ഞ 5 വർഷങ്ങളായി അവരുടെ ഗ്രൂപ്പ് പിരിച്ചുവിട്ട് മാജിക് ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം അമേരിക്കയിലെ ഒരു പബ്ബിലേക്ക് മാജിക് ചെയ്യാനായി അവരിൽ 3 പേർ വരികയാണ്. അവരെ കാണുമ്പോൾ തന്നെ പബ്ബിലുണ്ടായിരുന്ന ആളുകളെല്ലാം എക്സൈറ്റഡ് ആകും. എന്നിട്ട് അവർ മാജിക് കാണിക്കാമെന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇല്ലീഗൽ ബിസിനസ് നടത്തിയിരുന്നവൻ്റെ അക്കൗണ്ടിലുള്ള പണമെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. എന്നാൽ പണം പോയ ശേഷമാണ് അവിടെയുള്ളവർ മനസ്സിലാക്കുന്നത് അവിടെ വന്നത് ഹോഴ്സ്മാൻ അല്ല എന്ന്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോയാലോ? ഈ 3 പിള്ളേരായിരുന്നു ഹോഴ്സ്മാൻ്റെ പേരിൽ അവിടെ കവർച്ച നടത്തിയത്. കഴിഞ്ഞ 6 മാസത്തെ ഇവരുടെ പ്ലാനിംഗ് ആയിരുന്നു ഈ തട്ടിപ്പ്. മജീഷ്യന്മാരായ ഹോഴ്സ്മാൻ്റെ പേരിൽ ആളുകളെ പറ്റിച്ച ശേഷം സിറ്റിക്കുള്ളിൽ തന്നെ ആരും അറിയാതെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ അണ്ടർവേൾഡ് കേന്ദ്രത്തിലേക്ക് വരും. അങ്ങനെ മിഷൻ സക്സസ് ആയതിനെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തട്ടിപ്പ് നടത്താനായി അവർ ഉപയോഗിച്ച ഹോഴ്സ്മാൻ്റെ കൂട്ടത്തിലെ അറ്റ്ലസ് എന്ന പേരുള്ള മജീഷ്യൻ്റെ 3D പ്രൊജക്ടർ വിഷ്വൽ ഓൺ ആവുന്നത്. എന്നാൽ പിന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നത് അത് 3D പ്രൊജക്ടർ വിഷ്വൽ അല്ലായിരുന്നു, ഹോഴ്സ്മാൻ്റെ കൂട്ടത്തിലെ നേതാവായ അറ്റ്ലസ് തന്നെയായിരുന്നു. യഥാർത്ഥ ഹോഴ്സ്മാനായ അറ്റ്ലസിനെ കാണുമ്പോൾ അവരെല്ലാവരും തന്നെ ആദ്യമൊന്ന് ഞെട്ടിത്തരിച്ചു പോകും. അറ്റ്ലസ് അവരോട് പറയും, 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഹോഴ്സ്മാൻ അവസാനത്തെ മാജിക് നടത്തി പിരിഞ്ഞത്. പക്ഷേ അതിനുശേഷം നിങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നാടകം നടത്തി ഞങ്ങളുടെ പേരിൽ ആവശ്യമില്ലാത്ത അലിഗേഷൻസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. ഇനി ചെയ്തില്ല എങ്കിൽ നിങ്ങളെ ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കുമെന്ന് പറയും. എന്നാൽ അവർ അപ്പോൾ അവനോട് പറയും, നിങ്ങൾ ഹോഴ്സ്മാൻ്റെ പേര് ഉപയോഗിച്ച് ഒരു ഡ്രഗ് ഡീലറുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പണം തട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി ഒന്നും തന്നെ അറിയില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിന് നിങ്ങൾ പറയുന്നത് അനുസരിക്കണം? എന്നാൽ അറ്റ്ലസ് അവരോട് പറയും, നിങ്ങളെപ്പറ്റിയുള്ള എല്ലാം എനിക്കറിയാം. നിങ്ങളുടെ പേര് മാർക്ക് സ്റ്റുവർട്ട് ആനി, നിങ്ങളുടെ ജാതകം വരെ എനിക്കറിയാം മക്കളെ. പക്ഷേ ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയല്ല, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. ഈ കാർഡ് കണ്ടോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം എൻ്റെ പേരിലേക്ക് ഏതോ ഒരു അജ്ഞാതൻ അയച്ച കാർഡാണ്. ഈ കാർഡിൽ പറയുന്നത് ബില്യണറായ വെറോണിക്കയുടെ ബാൻഡർബർഗ് എന്ന് പറയുന്ന ഇല്ലീഗൽ കമ്പനിയെ തകർക്കണമെന്നാണ്. അതിന് എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായും വേണം. ഇവളാണ് അറ്റ്ലസ് പറഞ്ഞ വാൻഡർബർഗ് കമ്പനിയുടെ ഓണറായ വെറോണിക്ക. വെറോണിക്കയ്ക്ക് ഡയമണ്ട് ബിസിനസ്സാണ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് വാൻഡർബർഗ് ഒരു ഡയമണ്ട് ബിസിനസ് കമ്പനിയാണെന്ന് തോന്നുമെങ്കിലും വെറോണിക്ക അതിൻ്റെ പിന്നിൽ ഒരുപാട് ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നുണ്ട്. വെറോണിക്കയുടെ കയ്യിൽ ലോകത്ത് മറ്റാരുടെയും കയ്യിലില്ലാത്ത ഹൃദയത്തിൻ്റെ ഷേപ്പുള്ള ഒരു ഡയമണ്ട് ഉണ്ട്. തൻ്റെ പാർട്ട്നേഴ്സിനെയെല്ലാം വിളിച്ച ശേഷം അവൾ പറയും, നമുക്ക് ആ ഡയമണ്ട് ലേലത്തിന് വയ്ക്കാം. ലേലത്തിൽ വെച്ച് നമ്മളുടെ ഇല്ലീഗൽ മണിയെല്ലാം വെളുപ്പിക്കാമെന്ന് പാർട്ട്നേഴ്സിനോട് പറയും. എന്നാൽ ഇതേ സമയം ഹോഴ്സ്മാനായ അറ്റ്ലസിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ഉപയോഗപ്പെടുമെന്ന് മനസ്സിലാക്കിയ മാർക്കും സ്റ്റുവർട്ടും ആനിയും ആ ഡയമണ്ട് തട്ടിയെടുക്കാനുള്ള പ്ലാനിങ്ങിൽ അറ്റ്ലസിനോടൊപ്പം കൂടും. അങ്ങനെ വെറോണിക്കയുടെ കമ്പനി ആ ഹാർട്ട് ഷേപ്പ് ഡയമണ്ട് ലേലത്തിന് വയ്ക്കാനായി പോവുകയാണ്. അത് അതീവ സുരക്ഷയിൽ അബുദാബിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വെറോണിക്കയുടെ ആളുകൾ അബുദാബിയിലേക്ക് പോയി ആ ഡയമണ്ട് പിക്ക് ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ അറ്റ്ലസ് ആ പിള്ളേരോട് പറയും, ആ ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും കയറിക്കൂടണം. അതിന് ഇറ്റലിയിൽ നിന്നൊരു സ്പെഷ്യൽ ഫോട്ടോഗ്രാഫർ വരുന്നുണ്ട്. നമുക്ക് ആദ്യം അയാളെ തട്ടിക്കൊണ്ട് പോകണമെന്ന് പ്ലാൻ ചെയ്യും. വെറോണിക്കയുടെ ആളുകൾ അബുദാബിയിൽ നിന്നും ആ ഡയമണ്ട് ലേലത്തിനായി വെറോണിക്കയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോഴേക്കും അവളുടെ ഫോണിൽ ഒരു കോൾ വരും. ഈ ബിസിനസ് എല്ലാം സ്വന്തമാക്കാൻ നീ നിൻ്റെ അച്ഛനെയും അമ്മയെയും അനിയനെയും എല്ലാം കൊന്നുകളഞ്ഞതല്ലേ, അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. എന്നാൽ വെറോണിക്ക പറയും, ചുമ്മാ നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, നീ എന്തൊക്കെ കള്ളമാണ് പറയുന്നത്, എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോരടാ മോനെ എന്ന് പറഞ്ഞ് അവൾ കോൺഫിഡൻസോടെ ഫോൺ കട്ട് ചെയ്യും. ഇതേ സമയം ഡയമണ്ടിൻ്റെ ഫോട്ടോ എടുക്കാനായി ഇറ്റലിയിൽ നിന്ന് വരുന്ന ആളുകളെ കൂട്ടാനായി വെറോണിക്കയുടെ ടീം എയർപോർട്ടിലേക്ക് വന്നിരുന്നു. എന്നാൽ ആനിയാകട്ടെ അയാളുടെ കയ്യിലുള്ള ബാഡ്ജ് പതിയെ തട്ടിയെടുക്കും. ഇതേ സമയം മാർക്കും സ്റ്റുവർട്ടും വെറോണിക്കയുടെ കമ്പനിയിൽ നിന്ന് അയച്ച ആളുകളാണെന്നും പറഞ്ഞ് വേഷം മാറി ഫോട്ടോഗ്രാഫറുടെ അടുത്ത് ചെന്ന്, സാർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ മേഡം പറഞ്ഞയച്ചതാണെന്നും പറഞ്ഞ് അയാളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകും. അങ്ങനെ അന്ന് ഈവനിങ് വെറോണിക്കയുടെ ഡയമണ്ടിൻ്റെ ലേലത്തിൻ്റെ ഫംഗ്ഷൻ നടക്കുകയാണ്. വെറോണിക്ക തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ഇത് വളരെ പ്രിഷ്യസ് ആയ ഒരു ഡയമണ്ടാണ്, ലോകത്തിൽ ഇതുപോലെ മറ്റൊരു ഡയമണ്ട് ഇല്ല എന്ന് പറയും. എന്നാൽ ഇതേ സമയം അറ്റ്ലസ് അങ്ങോട്ടേക്ക് വന്ന് പറയും, നിങ്ങൾ ഈ ഡയമണ്ടൊക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടി പ്രകൃതിയെ എത്രയധികം നശിപ്പിക്കുന്നുണ്ട് മേഡം, മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയല്ലേ മിസ്റ്റർ ഈ പ്രകൃതി എന്നൊക്കെ വെറോണിക്ക പറയും. എന്നിട്ട് അവനോട് ചോദിക്കും, അല്ല നിന്നെ ആരാ ഈ ഫംഗ്ഷനിലേക്ക് വിളിച്ചത്? എന്നെ ആരും വിളിച്ചില്ല, വിളിക്കാത്ത ഫംഗ്ഷന് വരിക എൻ്റെ ഒരു ഹോബിയാണെന്ന് അറ്റ്ലസ് വെറോണിക്കയോട് പറയും. വെറോണിക്ക ഉടനെ തന്നെ തൻ്റെ മാനേജറിനെ വിളിച്ചിട്ട് പറയും, അവനൊരു പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു, എന്തായാലും അവൻ്റെ മേലിൽ ഒരു കണ്ണ് വെച്ചോളാൻ മാനേജറിനോട് പറയും. അത് കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ഡയമണ്ടിൻ്റെ ഫോട്ടോ എടുക്കാനായി വന്ന ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്തേക്ക് വെറോണിക്ക വരും. എന്നാൽ ആ ഫോട്ടോഗ്രാഫറുടെ വേഷത്തിൽ വന്നത് മാർക്ക് ആയിരുന്നു. മാർക്ക് മാത്രമായിരുന്നില്ല, മാർക്കിൻ്റെ അസിസ്റ്റൻ്റായ മേക്കപ്പ് ആർട്ടിസ്റ്റായി ആനിയും അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു.
അങ്ങനെ വെറോണിക്കയുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഡയമണ്ടിനോടൊപ്പം ഫോട്ടോ എടുക്കാനായി മാർക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനിടെ ക്യാമറ അസിസ്റ്റൻ്റായി അവിടെ ഉണ്ടായിരുന്ന സ്റ്റുവർട്ട് ഡയമണ്ടിൻ്റെ റിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ ലൈറ്റ്സ് അറേഞ്ച് ചെയ്യും. മാർക്ക് വെറോണിക്കയോട് പറയും, മേഡം ഡയമണ്ടിൽ നല്ല റിഫ്ലക്ഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഡയമണ്ട് ഒന്ന് കയ്യിലെടുത്ത് പോസ്റ്റ് ചെയ്യാമോ എന്ന്. അങ്ങനെ വെറോണിക്ക ഡയമണ്ട് തൻ്റെ കയ്യിലെടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആനി സാവധാനം മേക്കപ്പ് ചെയ്യാനെന്നുള്ള രീതിയിൽ വെറോണിക്കയുടെ അടുത്തേക്ക് വരും. മേക്കപ്പ് ആർട്ടിസ്റ്റ് മേഡത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്ന് മേഡത്തിൻ്റെ അടുത്ത് വരരുതെന്നും പറഞ്ഞ് അവളോട് ബഹളമുണ്ടാക്കും. ഞാൻ മേക്കപ്പ് ചെയ്യാനല്ലേ വന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നതെന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയും അവളും തമ്മിൽ ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യാനായി വഴക്കുണ്ടാക്കും. അവർക്ക് ഫോട്ടോസ് എല്ലാം എടുത്തു എന്ന് പറയുമ്പോഴേക്കും വെറോണിക്ക ഡയമണ്ട് തിരികെ ആ ബോക്സിനുള്ളിലേക്ക് വയ്ക്കും. അങ്ങനെ ആ ഡയമണ്ട് പുറത്ത് ഓപ്ഷനായി കൊണ്ടുവരികയാണ്. ഇതേ സമയം അവർ വീണ്ടും ഡ്രസ്സെല്ലാം മാറി ആ ലേലത്തിൽ പങ്കെടുക്കാനായി ലേലം നടക്കുന്ന ഹാളിലേക്ക് വരും. ലേലം തുടങ്ങുന്നതിന് മുൻപായി വെറോണിക്ക എല്ലാവരോടും പറയും, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വളരെ സ്പെഷ്യലായ ഒരു ഡയമണ്ടാണിത്. ഇത് ആര് ലേലത്തിൽ പിടിച്ചാലും നിങ്ങൾ വളരെ ഭാഗ്യവാനാണെന്ന് പറയും. ഇതേ സമയം മാർക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന്, നിങ്ങൾ പ്രകൃതിയെ നശിപ്പിച്ചാണ് ഈ ഡയമണ്ട് ഉണ്ടാക്കുന്നത്, നിങ്ങൾ പ്രകൃതിയെ കൊല്ലുകയാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ബഹളമുണ്ടാക്കും. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയമണ്ടിൻ്റെ സ്കൾപ്ചർ അവൻ തറയിലിട്ട് പൊട്ടിക്കും. വെറോണിക്ക പെട്ടെന്ന് മാനേജറിനോട് ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ പറയും. ഇതേ സമയം ഹോഴ്സ്മാനായ അറ്റ്ലസ് അങ്ങോട്ടേക്ക് വന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമെന്ന് കരുതുന്നു, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മാജിക് കാണിക്കാൻ പോവുകയാണെന്ന് പറയും. വെറോണിക്ക, നിങ്ങളുടെ കയ്യിലുള്ള ഡയമണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് വരുമെന്ന് പറയും. നീ അത്രയ്ക്ക് മിടുക്കനായ ഹോഴ്സ്മാൻ ആണെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് അവൾ പറയും. അറ്റ്ലസ് അപ്പോഴേക്കും ഓപ്പൺ ദ ബോക്സ് എന്ന് പറയുമ്പോഴേക്കും ആ ഡയമണ്ട് ഇരുന്ന ബോക്സ് ഓപ്പണായി വരും. എന്നാൽ ആ ഡയമണ്ട് കയ്യിലെടുത്ത വെറോണിക്ക പറയും, ബോക്സൊക്കെ ഓപ്പണായി, പക്ഷേ ഇപ്പോഴും ആ ഡയമണ്ട് എൻ്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ അവരത് പറഞ്ഞു തീരുന്ന ഉടനെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡയമണ്ട് പൊട്ടിത്തെറിക്കുകയും ആ ഡയമണ്ട് അറ്റ്ലസിൻ്റെ കയ്യിലേക്ക് വരികയും ചെയ്യും. പെട്ടെന്ന് അവരുടെ സെക്യൂരിറ്റി അറ്റ്ലസിനെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോഴേക്കും അറ്റ്ലസിൻ്റെ കൂട്ടുകാരനായ ഹോഴ്സ്മാൻ ജാക്ക് അങ്ങോട്ടേക്ക് വന്ന് അവനെ രക്ഷിക്കും. എനിക്കും ഇതുപോലെ ഒരു കാർഡ് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും. എന്നിട്ട് അവർ എല്ലാവരും അവിടെ നിന്ന് എസ്കേപ്പ് ആകും. എന്നാൽ വെറോണിക്കയുടെ മല്ലന്മാരായ സെക്യൂരിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല. ഓരോ തവണയും അവർ സെക്യൂരിറ്റിയുടെ കയ്യിൽ പെടാതെ മാജിക് ട്രിക്കുകളിലൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ സെക്യൂരിറ്റിക്കാരുടെ കയ്യിൽ അവർ അകപ്പെട്ടു എന്ന് വരുമ്പോഴേക്കും അടുത്ത ഹോഴ്സ്മാനായ ലൂണ അങ്ങോട്ടേക്ക് വന്ന് അവരെ രക്ഷിക്കും. ലൂണയുടെ കയ്യിലും ഒരു കാർഡ് കിട്ടിയത് കൊണ്ടാണ് അവളും അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേക്കും വീണ്ടും സെക്യൂരിറ്റീസ് അങ്ങോട്ടേക്ക് വരും. അവർ അവിടെ നിന്ന് ഓടി ആ ബിൽഡിങ്ങിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് വരും. ഇതേ സമയമാണ് അടുത്ത ഹോഴ്സ്മാനായ മക്കിനി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ എല്ലാവരും കൂടി വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടും. എന്നാൽ പിറകെ വരുന്ന സെക്യൂരിറ്റീസ് ആ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് അതും ഒരു മാജിക് ട്രിക്ക് ആയിരുന്നു, യഥാർത്ഥ ഹെലികോപ്റ്റർ അല്ലായിരുന്നു അത് എന്ന്. ഉടനെ തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുമെങ്കിലും അവരവിടെ നിന്ന് ഈസിയായി രക്ഷപ്പെട്ടിരുന്നു. വെറോണിക്ക തൻ്റെ മാനേജറിനെ വിളിച്ച് അവരെങ്ങനെയാണ് ആ ഡയമണ്ടുമായി രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവർ ആ ഡയമണ്ട് വെച്ചിരുന്ന ബോക്സ് ചേഞ്ച് ചെയ്തു. അതിനുശേഷം അവർ ആ ബോക്സിൽ ഘടിപ്പിച്ചിരുന്ന റിമോട്ട് ഉപയോഗിച്ച് ആ ബോക്സിലുണ്ടായിരുന്ന ഡയമണ്ട് അവരുടെ കൈക്കലാക്കി. അത് ആരും കാണാതെ അറ്റ്ലസിൻ്റെ കയ്യിൽ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം ഫേക്ക് ഡയമണ്ടാണ് മേഡത്തിൻ്റെ കയ്യിലിരുന്നത്, അത് അവർ റിമോട്ട് വെച്ച് പൊട്ടിക്കുകയും ചെയ്തു എന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് അവർ ഡയമണ്ടുമായി ബോട്ടിലേക്ക് വരും. ആ ഡയമണ്ട് കണ്ട് പീറ്റർ വളരെയധികം എക്സൈറ്റഡ് ആവും. എന്നാൽ അതിനുശേഷം വീണ്ടും ഹോഴ്സ്മാൻ പഴയതുപോലെ വഴക്ക് കൂടാൻ തുടങ്ങും. അവർ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടിയത്. ഈ മിഷൻ കഴിഞ്ഞു, ഇനി നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അവരോട് വഴക്കിട്ട് ഹോഴ്സ്മാനായ മക്കിനിയും ജാക്കും അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും, നിങ്ങൾ ഹോഴ്സ്മാൻമാർ ഇതിനു മുൻപ് എന്തിനാണ് മാജിക് നിർത്തി പിണങ്ങിപ്പോയതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ആരോ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ പേരിൽ ഒരു കാർഡ്സ് വന്നതെന്ന് പറഞ്ഞു. സ്റ്റുവർട്ട് എന്നിട്ട് ഹോഴ്സ്മാൻ്റെ പേരിൽ ആരോ അയച്ച കാർഡെല്ലാം എടുത്ത് ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് അത് ഫ്രാൻസിലുള്ള ഒരു സ്ഥലത്തേക്കുള്ള ഇൻഡിക്കേഷൻ ആണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ഫ്രാൻസിലെ ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ കൊട്ടാരം പോലെയുള്ള ആ വീടിൻ്റെ ഡോർ ക്ലോസ്ഡ് ആയിരുന്നു. അവിടെയൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏത് ഡോറും ഓപ്പൺ ആക്കുന്ന ഹോഴ്സ്മാനായ ജാക്ക് വിചാരിച്ചിട്ടും ആ ഡോർ ഓപ്പൺ ആക്കാനായില്ല. പക്ഷേ ആനി വന്ന് പെട്ടെന്ന് ആ ഡോർ ഓപ്പൺ ആക്കും. വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോഴാണ് അടുത്ത ഡോർ കാണുന്നത്. ഇതെല്ലാം ഒരു പസിൽ പോലെയാണെന്ന് അവർക്ക് മനസ്സിലാകും. അവർ ഓരോരുത്തരായി ആ ഡോർ ഓപ്പൺ ആക്കാൻ നോക്കുമെങ്കിലും ആർക്കും തന്നെ കഴിയില്ല. ഇതേ സമയം അവിടെ ഒരു ബോളും ഡൈസും ഡിസോർഡറായിരിക്കുന്ന കണ്ട സ്റ്റുവർട്ട് അത് പോയി കറക്റ്റായി വെക്കുമ്പോഴേക്കും ആ ഡോറ് തനിയെ ഓപ്പൺ ആയി വരും. ഹോഴ്സ്മാനായ മക്കിനി പറയും, പിള്ളേരെ ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ, നിങ്ങൾ മിടുക്കരാണല്ലോ. അങ്ങനെ അടുത്ത ഡോറും ഞാൻ തന്നെ തുറക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് സ്റ്റുവർട്ട് തന്നെ അത് തുറക്കാനായി നോക്കും. അങ്ങനെ അവൻ തന്നെ ആ ഡോറും തുറക്കും. അങ്ങനെ ആ ഡോർ തുറന്ന് ചെല്ലുമ്പോഴാണ് കാണുന്നത് അവരുടെ എല്ലാം ഗ്രേറ്റ് മജിഷ്യനായ ടാഡിയസ് ആ റൂമിൽ നിൽക്കുന്നത്. ടാഡിയസ് അവരോട് പറയും, നിങ്ങൾ ഹോഴ്സ്മാൻമാർ പിരിഞ്ഞതിന് ശേഷം നിങ്ങളെ ഒത്തു കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനല്ല പക്ഷേ നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, എനിക്കും ഒരു കാർഡ് വന്നു, അതുകൊണ്ടാണ് ഞാനും ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന ആയുധ ബിസിനസ് ചെയ്യുന്ന ഇല്ലീഗൽ ബിസിനസ്സുകാരി
വെറോണിക്കയുടെ വാൻഡർബർഗ് കമ്പനി തകർക്കാൻ ഏതോ ഒരു നല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചേർന്ന് ഉറപ്പായും അവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റി തകർക്കണമെന്ന് ടാഡിയസ് അവരോട് പറയും. എന്നാൽ ഇതേ സമയം തൻ്റെ അടുത്ത് വരുന്ന ന്യൂസുകാരോട് വെറോണിക്ക പറയും, എൻ്റെ കമ്പനി ലീഗലായ ഒരു കമ്പനിയാണ്, ഞങ്ങൾ ഇല്ലീഗൽ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആരാണ് ഈ മിസ്ഇൻഫർമേഷനൊക്കെ തന്നതെന്ന്. എന്നാൽ ഹോഴ്സ്മാനും പിള്ളേരും എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ വെറോണിക്ക ഉടനെ തന്നെ ഫ്രാൻസിലെ പോലീസിനെ വിളിച്ച് അവരുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇതേ സമയം സ്റ്റുവർട്ട് ഇൻ്റർനെറ്റിൽ ചെക്ക് ചെയ്ത ശേഷം പറയും, വെറോണിക്ക അബുദാബിയിൽ വെച്ച് എന്തോ ഒരു സ്പോർട്സ് ഈവൻറ്റ് നടക്കുന്നുണ്ട്, അവിടെ വെച്ച് നമുക്ക് അവളെ കുരുക്കാം, എന്തോ ഒരു ഇല്ലീഗൽ ഡീലാണ് അവിടെ നടക്കുന്നതെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ഫ്രാൻസിലെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരും. ഹോഴ്സ്മാൻമാരെല്ലാം ഓടി രക്ഷപ്പെടും. എന്നാൽ ടാഡിയസിൻ്റെ അടുത്തേക്ക് വരുന്ന പോലീസുകാരൻ ടാഡിയസിനെ വെടിവെക്കുമെങ്കിലും അയാൾ മാജിക് കാണിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. എന്നാൽ രക്ഷപ്പെടാൻ നോക്കിയ ഹോഴ്സ്മാനായ മക്കിനിയും ജാക്കും പോലീസുകാരുടെ കയ്യിൽ. ബാക്കിയുള്ള ഹോഴ്സ്മാൻ ടാഡിയസിൻ്റെ അടുത്ത് വന്ന് പറയും, ഹോഴ്സ്മാനായ മക്കിനിയും ജാക്കും പോലീസ് പിടിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ടാഡിയസ് പറയും, എനിക്കും വെടികൊണ്ടിട്ടുണ്ട്, എൻ്റെ ജീവൻ അപകടത്തിലാണ്, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, കാരണം അതിനെക്കാട്ടിയും വലിയൊരു ആപത്താണ് വെറോണിക്ക, അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കും അയാൾ. അങ്ങനെ ജയിലിലായ ഹോഴ്സ്മാൻ മക്കീനിയെ കാണാനായി വെറോണിക്ക അയാളുടെ അടുത്തേക്ക് വരും. എന്നാൽ മൈൻഡ് റീഡ് ചെയ്യാൻ അറിയാവുന്ന മക്കീനി വെറോണിക്കയുടെ മൈൻഡ് റീഡ് ചെയ്ത ശേഷം പറയും, നീ പണത്തിന് വേണ്ടി നിന്റെ ഫുൾ ഫാമിലിയെ കൊന്നവളല്ലേ എന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾ ഇറിറ്റേറ്റഡ് ആയി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് അവരെ കൂടാതെ 5ാമത്തെ ഹോഴ്സ്മാനായ ലൂണ വേഷം മാറി സ്റ്റേഷനിലേക്ക് വരുന്നത്. എന്നാൽ ലൂണയ്ക്കാകട്ടെ ജാക്കിനെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. മക്കീനിയെ രക്ഷപ്പെടുത്താൻ നോക്കുമെങ്കിലും വെറോണിക്കയുടെ ആളുകൾ വന്ന് മക്കീനിയെ പിടിക്കും. ലൂണ അങ്ങനെ ഹെൻറിയെ രക്ഷപ്പെടുത്തി മറ്റുള്ളവരുടെ അടുത്തെത്തി മക്കീനിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയും. എന്നാൽ ഇതേ സമയം മക്കീനിയും പിള്ളേരും അബുദാബിയിലെ വെറോണിക്ക നടത്തുന്ന റൈസിംഗ് ഫംഗ്ഷനിലേക്ക് ചെന്ന ശേഷം, ഞങ്ങൾ കള്ള ബിസിനസ് നടത്തുന്ന വെറോണിക്കയെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ പോകുകയാണ്, അതാണ് ഹോഴ്സ്മാൻ്റെ അടുത്ത മാജിക് എന്ന് പറയും. എന്നാൽ ഇതറിഞ്ഞ വെറോണിക്ക ഹോഴ്സ്മാനായ അറ്റ്ലസിനെ ഉടനെ തന്നെ വിളിച്ചിട്ട്, നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം, ഞാൻ മക്കീനിയെ നിങ്ങൾക്ക് തിരികെ തരാം, അതിന് പകരമായി നിങ്ങളുടെ കയ്യിലുള്ള ഡയമണ്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഡീലുണ്ടാക്കും. എന്നാൽ വെറോണിക്കയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും മക്കീനിയെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ അവർ വെറോണിക്കയുടെ അടുത്തെത്തി തങ്ങളുടെ കയ്യിലുള്ള ഡയമണ്ട് വെറോണിക്കയ്ക്ക് കൊടുക്കും. വെറോണിക്ക മക്കീനിയെ അവരെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ നിൽക്കുന്ന ഫ്ലോർ തകർന്ന് താഴേക്ക് പോയി അവരൊരു കേജിൻ്റെ ഉള്ളിലാകും. എന്നിട്ട് വെറോണിക്ക അവരോട് പറയും, ഇത് എൻ്റെ മാജിക്കാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്കാകില്ല, നിങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചോളാൻ പറയും. അങ്ങനെ പറഞ്ഞ് വെറോണിക്ക പോയ ഉടനെ തന്നെ ആ കേജിനുള്ളിലേക്ക് മണൽ വന്ന് നിറയാൻ തുടങ്ങും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവർ ശ്രദ്ധിക്കുന്നത് മുകളിലൂടെ ഒരു വാട്ടർ പൈപ്പ് പോയിരിക്കുന്നത്. ഉടനെ തന്നെ ജാക്ക് മുകളിലേക്ക് ചാടിക്കയറും. അവിടെ നിന്ന് കാറിൽ പോകുകയായിരുന്ന വെറോണിക്കയ്ക്ക് മുൻപ് വന്നതുപോലെ ഒരു അനോണിമസ് കോൾ വരും. നിൻ്റെ കയ്യിലുള്ള ഹാർട്ട് ഷേപ്പുള്ള ഡയമണ്ട് എനിക്ക് തരികയാണെങ്കിൽ നിൻ്റെ വീട്ടുകാരെ എല്ലാവരെയും കൊന്നത് നീയാണെന്നുള്ള തെളിവ് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞായിരുന്നു ആ അനോണിമസ് കോൾ. ഇതേസമയം ആ പൈപ്പ് പൊട്ടിച്ച് ജാക്ക് കേജിനുള്ളിലെല്ലാം വെള്ളമാക്കി. ആ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് തന്നെ ആ കേജ് പെട്ടെന്ന് പൊട്ടി പുറത്തേക്ക് വരികയും അവരെല്ലാവരും തന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്യും. അവരൊരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ വെറോണിക്കയാകട്ടെ താൻ ചെയ്ത കൊലപാതകങ്ങളുടെ തെളിവ് വാങ്ങാനായി അവൾ ആ അനോണിമസ് പേഴ്സണെ കാണാനായി ഡയമണ്ട് കൊണ്ടുപോകും. അങ്ങനെ ആ ഡയമണ്ട് ആ അനോണിമസ് പേഴ്സണ് കൊടുക്കാനായി ചെല്ലുമ്പോഴാണ് അവൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്നത് സ്റ്റുവർട്ടായിരുന്നു വെറോണിക്കയുടെ അനിയൻ. തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചുപോയി എന്നാണ് വെറോണിക്ക കരുതിയിരുന്നത്. വെറോണിക്ക തൻ്റെ അനിയനോട് പറയും, അന്ന് എല്ലാവരും അപകടത്തിൽപ്പെട്ടപ്പോൾ നീ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഓർത്തില്ല, നീ എന്നോട് ക്ഷമിക്കണം, ഈ ഡയമണ്ട് നിനക്ക് അർഹതപ്പെട്ടതാണെന്നും പറഞ്ഞ് ആ ഡയമണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം അവൾ അവനെ വെടിവെക്കും. അച്ഛനെയും അമ്മയും കൊന്നതുപോലെ എന്നെ കൊല്ലാൻ കഴിയില്ല, ഇതെൻ്റെ ട്രാപ്പായിരുന്നു എന്ന് പറയും. പെട്ടെന്ന് അവിടെ ലൈറ്റ് വരുമ്പോൾ വെറോണിക്ക ആകെപ്പാടെ ഞെട്ടിപ്പോകും. അവിടെ കുറേയധികം ആളുകൾ കാണികളായി ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അവൻ്റെ ഒരു മാജിക്കായിരുന്നു. വെറോണിക്കയെ സെറ്റിനുള്ളിലാക്കി അവൻ അങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുവർട്ടും മാർക്കും ആനിയും യഥാർത്ഥത്തിൽ ഞങ്ങളെ വെറോണിക്കയുടെ തെറ്റുകൾ പുറത്തു കൊണ്ടുവരാൻ ഉപയോഗിക്കുകയാണെന്ന് അവരും അപ്പോഴാണ് അറിഞ്ഞത്. അവർക്കതിൽ വളരെയധികം സന്തോഷവുമാകും. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം വെറോണിക്കയെ അവർ പോലീസിന് പിടിച്ചു കൊടുത്ത ശേഷം അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.